എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ മെസ്സേജ് ഒന്നും ഇടുന്നില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസമേ പറഞ്ഞിരുന്നു. ഇന്ന് എൻ്റെ അമ്മയുടെ മൂത്ത സഹോദരി 96 വയസ്സ് കഴിഞ്ഞ് 97 വയസ്സുണ്ട്. ഞാൻ എൻ്റെ അമ്മയുടെ മൂത്ത സഹോദരിയെ കാണാനായിട്ട് ആനിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ മൂത്ത ജ്യേഷ്ഠതയുമായിട്ടുള്ള സംസാരങ്ങളുടെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. അത് നിങ്ങളൊക്കെ കാണണം. കാരണം എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന ഒരാളാണ് എൻ്റെ അമ്മയുടെ മൂത്ത ജ്യേഷ്ഠത്തി. വേറൊരാളോട് ഇടയ്ക്കുണ്ട്, അന്നമ്മാമ്മ അക്കച്ചി എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കും. പടിഞ്ഞാറ് താമസിക്കുന്നു. ഇത് എൻ്റെ അമ്മയുടെ മൂത്ത ജ്യേഷ്ഠത്തി. അമ്മച്ചിയുടെ മക്കളൊക്കെ അമേരിക്കയിലാണ്. മൂത്ത മകൻ ഇപ്പോൾ നാട്ടിലുണ്ട്. അമ്മച്ചിയുമായിട്ടുള്ള ചില സംഭാഷണങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. അമ്മച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നേ? അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അമ്മച്ചി പറഞ്ഞപ്പോൾ എല്ലാവരോടും പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയുടെ മൂത്ത ചേട്ടത്തിയെ ഞാൻ കാണാൻ പോവുക. അപ്പോൾ ഞാൻ അമ്മച്ചിയുടെ വീഡിയോ ഒക്കെ എടുത്തിടാം. ഇപ്പോൾ ഞാൻ അമ്മച്ചിയുടെ വീഡിയോ ഒക്കെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മച്ചിക്ക് ഈ 97 വയസ്സായില്ലേ. അപ്പോൾ ഇത്രയും ജീവിതത്തിൽ ഇങ്ങനെ പിന്നിട്ട നിമിഷങ്ങളെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാവില്ല അല്ലേ? അത് ചുരുക്കമായിട്ടൊന്ന് പറയാമോ? പറഞ്ഞാട്ടെ. എന്നെ കല്യാണം കഴിച്ചപ്പം രക്ഷിക്കപ്പെട്ട ആളല്ലായിരുന്നു. അത് കഴിഞ്ഞ ഞാൻ സൺഡേ സ്കൂളിൽ വെച്ച് രക്ഷിക്കപ്പെട്ട കർത്താവിനെ സ്വന്തമായി സ്വീകരിച്ച് ആളാണ് ഞാൻ. കല്യാണം കഴിച്ച ആള് അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പം രക്ഷിക്കപ്പെട്ടു. സുശേഷം ചെയ്യാൻ തുടങ്ങി. വലുതായിട്ടല്ല, സഭക്കാരുടെ രക്ഷിക്കപ്പെടാത്തവരുടെ വീട്ടിൻ്റെ വഴിയെ പോകുന്നവരോടൊക്കെ സുവിശേഷം പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു, എനിക്ക് ബൈബിൾ കോളേജിൽ പോയി പഠിക്കണം. അല്ലാതെ എനിക്ക് പൂർണ്ണമായിട്ട് പറയാനും വയ്യ. അതിന് 3 വർഷം ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു, ഡിഗ്രി എടുത്തു, വന്നു കഴിഞ്ഞ് അതിനോട് എനിക്ക് ഞങ്ങൾ ജോലി ചെയ്യും. ജോലി ചെയ്യാതൊക്കത്തില്ല, കൃഷി ചെയ്യാൻ ജോലി. പിന്നെ തേങ്ങ അന്ന് ധാരാളം കിട്ടാനുണ്ട്. 5-6 ഏക്കർ സ്ഥലമുണ്ട്. ആ സ്ഥിതിയിലാണ് ബൈബിൾ കോളേജിൽ പോയത്. അപ്പം എല്ലാവരും ചോദിക്കും, ബൈബിൾ സ്കൂൾ പഠിച്ചു വന്നാൽ പിള്ളേരെ ആരാ നോക്കുന്നത്, അവരെ പഠിപ്പിക്കണ്ടേ? അതൊക്കെ ഞാൻ ചെയ്തു കൊള്ളാമെന്നും പറഞ്ഞ് അമ്മച്ചി ഒട്ടും വിടത്തില്ല. അപ്പനോ ഇല്ല, നീ പോകണ്ടാടാ, ഞാനും ഇവളും തന്നെ വളർന്നും പറഞ്ഞു. ഏതായാലും ബൈബിൾ കോളേജിൽ പോയി 3 വർഷം പഠിച്ചു, ഡിഗ്രി എടുത്തു. വന്നപ്പോൾ അവിടെ നിന്ന് സഭ